ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അടുത്തിടെ നടന്ന SSC CGL പരീക്ഷയ്ക്ക് സ്പോർട്സ് സംബന്ധമായിട്ട് കായിക വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏതാണ്ട് 90 to 100 ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആവത്തില്ല. മിനിമം 2-3 ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറയുന്നതനുസരിച്ചിരിക്കും ക്ലാസിൻ്റെ ദൈർഘ്യവും കാര്യങ്ങളും. സോ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിനിമം 2-3 ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആരംഭിക്കാം. എന്തൊക്കെയാണ് അടുത്തിടെ SSC CGL പരീക്ഷയ്ക്ക് സ്പോർട്സ് സംബന്ധമായിട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? വെൻ വെയർ ദ കോമൺവെൽത്ത് ഗെയിംസ് 2022 കണ്ടക്ട്? ചോദ്യം എന്താണ്? സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വെന്യൂ എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ മാസ്കോട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന് ഇന്ത്യക്ക് എത്ര ഗോൾഡ് നേടി, എത്രാം സ്ഥാനമാണ്, അതും അല്ലെങ്കിൽ എന്താണ് ഫ്ലാഗ് ബിയറേഴ്സ്, അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ള ചോദ്യങ്ങളെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. അപ്പം നമ്മളോട് എന്ത് ചോദിച്ചു അവര്? നമ്മളോട് ചോദിച്ചത് ഇത് എന്ന് തൊട്ട് എന്ന് വരെയാണ് കണ്ടക്ട് ചെയ്തത് എന്ന രീതിയിൽ ചോദ്യം വന്നു അല്ലേ. നമ്മൾ അത്രത്തോളം പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചാലും ഈ ഒരു ഇവന്റ് എന്ന് തൊട്ട് ഏത് ഡേറ്റ് തൊട്ടിട്ട് ഏത് ഡേറ്റ് വരെയാണ്, അതായത് അതിൻ്റെ ഇനോഗ്രേഷൻ തൊട്ടിട്ട് അതിൻ്റെ ക്ലോസിംഗ് സെറിമണി വരെയുള്ള ആ ഒരു ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, ചോദ്യം എന്താണ്? അടുത്തിടെ നടന്ന റീസെൻ്റ് ആയിട്ട് നടന്ന ലേറ്റസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് അത് ഏത് ദിനം തൊട്ടിട്ട് ഏത് ദിനം വരെയാണ് നടന്നതെന്നാണ് ചോദ്യം. കൃത്യമായിട്ട് അറിയുന്നവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്നാണ്? 2022 ജൂലൈ 28 തൊട്ടിട്ട് ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു ഡേറ്റ് പഠിച്ചു വെച്ചോ വീണ്ടും വീണ്ടും ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് വരെ എന്താണ് ഇതിനെക്കുറിച്ച് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. നെക്സ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് ഇവന്റ് നടക്കുന്നത് വരെ നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിട്ട് ഇങ്ങനെ മാറി മാറി വരും. സോ തീർച്ചയായിട്ടും എന്താണ് കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടും ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം അല്ലേ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് 2022 അതിൻ്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ 22nd എഡിഷനാണ്. എന്താണ്? 2022 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ ഒരു മത്സരത്തിന്റെ 22ാമത്തെ എഡിഷൻ ആയിരുന്നു. ഒന്നാമത്തെ കാര്യമായല്ലോ. രണ്ടാമത്തെ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ഇത് എവിടെ വെച്ച് നടന്നു എന്ന രീതിയിൽ ഹോസ്റ്റ് കൺട്രിയെ കുറിച്ച് അറിയണം അല്ലേ. എവിടെയാണ്? ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. എവിടെയാണ്? ബിർമിംഗ്ഹാമിൽ വെച്ചിട്ട്. ബിർമിംഗ്ഹാം എവിടെയാണ്? ബിർമിംഗ്ഹാം ഇംഗ്ലണ്ടിലാണല്ലേ. UK ഇംഗ്ലണ്ടിനാണ് ബിർമിംഗ്ഹാം വരുന്നത്. സോ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ് 3ാമത്തെ തവണയാണ് നടക്കുന്നത്. എന്നാൽ UK വെച്ചിട്ട് എന്താണ്? 3ാമത്തെ തവണയല്ല. UK വെച്ച് മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്താണ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. UK ഇതുവരെ നടന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് 7th ടൈമാണ്. ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് എന്താണ് 3rd ടൈമും UK വെച്ചിട്ട് എന്താണ് UK വെച്ചിട്ട് 7th ടൈമുമാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? 2022 കോമൺവെൽത്ത് ഗെയിംസ് 22ാമത്തെ എഡിഷൻ ആയിരുന്നു. സിമ്പിളാണ്. 22 ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട. 2022 22ാമത്തെ എഡിഷൻ. ഹോസ്റ്റ് കൺട്രി ഏതാണ്? ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാം ആണ്. ഓക്കെ, ഇത് ഹോസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ട് 3ാമത്തെ തവണയും UK 7th ടൈമുമാണ്. ഇനി വരുന്ന മറ്റൊരു ചോദ്യമാണ് എത്ര രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തു എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. 72 രാജ്യങ്ങൾ 72 നാഷൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തത്. ഇന്ത്യ അടക്കമുള്ള 72 കോമൺവെൽത്ത് നാഷൻസ് എന്താണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും കൂട്ടിയിട്ട് മൊത്തം 5054 അത്ലറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്താണ്? 72 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 5054ഓളം അത്ലറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി വരുന്ന മറ്റൊരു ചോദ്യമാണ് ഇതിൻ്റെ മോട്ടോ അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇതിൻ്റെ മോട്ടോ ചോദ്യങ്ങളായിട്ട് വരും. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മോട്ടോ എന്താണ്? ഗെയിംസ് ഫോർ എവരി വൺ എന്നാണ്. എന്താണ്? ഗെയിംസ് ഫോർ
എവരിവൺ എന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ മോട്ടോ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഇന്ത്യയുടെ പോയിന്റ് ഓഫിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇന്ത്യയുടെ പോയിന്റ് ഓഫിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം, മാറിയിട്ട് എഴുതാം. സോ ഇന്ത്യയുടെ പോയിന്റ് ഓഫിൽ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യമായിരിക്കും ഇന്ത്യയുടെ കോണ്ടിൻജന്റിനെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ടീമിനെ നയിച്ചതാരായിരുന്നു, ഇന്ത്യൻ ടീമിന്റെ ലീഡർ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന രീതിയിൽ ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം എന്ത് പറയാം? മറ്റാരുമല്ല, നമ്മുടെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നറായിരുന്ന നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്ര ഒളിമ്പിക് ഗോൾഡ് മെഡലൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു നീരജ് ചോപ്ര. നീരജ് ചോപ്ര അടക്കം എന്താണ് 322 ആളുകൾ, 322 പീപ്പിൾ ഇന്ത്യൻ ടീമിൽ മൊത്തത്തിലുണ്ടായിരുന്നു. 322 ആളുകൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വുമൺ ക്രിക്കറ്റ്, ഓക്കെ, വുമൺ ക്രിക്കറ്റ് എന്താണ്? കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് വന്നു. വുമൺസ് ക്രിക്കറ്റ് എന്താണ്? വുമൺസ് ക്രിക്കറ്റ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. വുമൺ ക്രിക്കറ്റ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യയുടെ കാര്യം നമ്മൾ ബാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ടെന്നറിയോ? ഇന്ത്യക്ക് ടോട്ടൽ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 61 മെഡൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 61-ൽ 22 ഗോൾഡ് മെഡല്, 16 സിൽവർ മെഡല്, 23 ബ്രോൺസ് മെഡൽ. ഓക്കെ, കണക്കല്ലേ കൂട്ടി നോക്കിയേ, 6, 3, 8, 61 ടോട്ടൽ മെഡൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 6, 3, 9, 11. ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ പെട്ടെന്ന് 10 രീതിയിൽ ചിന്തിച്ചു പോയി. 61 ടോട്ടൽ മെഡലുണ്ട്. അതിൽ 22 ഗോൾഡ്, 16 സിൽവർ, 21 ബ്രോൺസുമാണ് ഇന്ത്യ നേടിയത്. എന്നിട്ട് ഇന്ത്യ എത്രാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്? ഫോർത്ത് ആണല്ലേ, ഫോർത്ത് പൊസിഷനിലാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് മെഡൽ സ്വന്തമാക്കിയത് ആരാണെന്ന രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് മെഡൽ സ്വന്തമാക്കിയത് സങ്കേത് സർഗർ ആയിരുന്നു. ആരാണ്? സങ്കേത് എന്ന് മാത്രം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സങ്കേത് സർഗർ ആയിരുന്നു. അദ്ദേഹം സ്വന്തമാക്കിയത് സിൽവർ ആയിരുന്നു, ഗോൾഡ് അല്ല, സിൽവർ ആയിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയത്. സങ്കേത് സർഗർ എന്താണ്? സിൽവർ മെഡൽ സ്വന്തമാക്കിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ സ്വന്തമാക്കി തന്നു. ഇദ്ദേഹം എന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്ററാണ്. സങ്കേത് സർഗർ വെയിറ്റ് ലിഫ്റ്ററാണ്. 55 കിലോഗ്രാം കാറ്റഗറിയിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം സിൽവർ മെഡൽ സ്വന്തമാക്കിയത്. ടോട്ടൽ ഇന്ത്യക്ക് എത്ര മെഡലാണ്? 61 മെഡൽ. അത് 22 ഗോൾഡ് ഉണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി മൊത്തം എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ കൂടാതെയുള്ള എല്ലാ രാജ്യങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് പൊസിഷനിൽ ഒന്നാമത്തെ പൊസിഷനിൽ വന്ന രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയ ആണല്ലേ. ഒന്നാമത്തെ പൊസിഷനിൽ വന്ന രാജ്യം ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഒന്നാമത്തെ പൊസിഷനിൽ വന്ന രാജ്യം ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ ടോട്ടൽ എത്രയാണ്? 178 മെഡൽ സ്വന്തമാക്കിയിട്ട് അതിൽ ഗോൾഡ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഗോൾഡ് 67 ഗോൾഡ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 67 ഗോൾഡും 57 സിൽവറും 54 ബ്രോൺസും അടക്കം 178 മെഡൽസ് ഓസ്ട്രേലിയ ടോട്ടൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് മെഡൽ നമ്മൾ പറഞ്ഞു അത് സിൽവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗോൾഡ് മെഡൽ കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യണം അല്ലേ? ആരായിരുന്നു ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്? മീരാബായ് ചാനു ആണ്. ഓക്കെ, മീരാബായ് ചാനു ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്. ആരാണ്? വെയിറ്റ് ലിഫ്റ്റർ തന്നെയാണ്. വെയിറ്റ് ലിഫ്റ്റർ എന്ന് പറയുമ്പോൾ 49 കിലോഗ്രാം കാറ്റഗറിയിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഗോൾഡ് മെഡൽ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ മീരാബായ് ചാനു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ 61 ടോട്ടൽ മെഡൽ, 22 ഗോൾഡ്, 16 സിൽവർ, 21 ബ്രോൺസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരിയറിൽ ഇതുവരെയുള്ള കോമൺവെൽത്ത് ഗെയിംസിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇതിനു മുൻപ് ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അത് 2010 ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന ഇവന്റ് ആയിരുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന ആ ഒരു ഇവന്റിൽ ടോട്ടൽ 101 മെഡൽസ് ഇന്ത്യ സ്വന്തമാക്കി. അതിൽ തന്നെ എന്താണ് 38 ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഓർത്തു വെക്കണം. ഇനി നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്ക്വാഷുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് എവർ മെഡൽ സ്വന്തമാക്കി തന്നത് സൗരവ് ഘോഷാലായിരുന്നു. സൗരവ് ഘോഷാൽ ബ്രോൺസ് ആണ്. ബട്ട് സ്ക്വാഷ് എന്ന് പറയുന്ന ആ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കായിക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്ക് ഇതുവരെ ഒളിമ്പിക്സ് അല്ല, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡലേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ബ്രോൺസ് മെഡൽ നേടിയിട്ട് സൗരവ് ഘോഷാലിന്റെ പേരൊന്ന് ഓർത്തു വെക്കണം. ചിലപ്പം ചോദ്യങ്ങൾ വരും, സൗരവ് ഘോഷാൽ ഏത് കായിക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്ക്വാഷ് ആണ്. അദ്ദേഹം കോമൺവെൽത്ത് ഗെയിംസ് 2022 എന്ത് മെഡലാണെന്ന് സ്വന്തമാക്കിയെന്ന് ചോദിച്ചാൽ അത് ബ്രോൺസ് ആണ്. അതുപോലെ ലോൺ ബോൾസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ വനിതകൾ ആദ്യമായിട്ട് എന്താണ് ലോൺ ബോൾസിൽ സ്വർണ്ണ മെഡലും നേടി തന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊരു മെഡൽ അത് സ്വർണ്ണ മെഡൽ തന്നെ സ്വന്തമാക്കി തന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇനി ബെർമിംഗ്ഹാം ആണ് ഹോസ്റ്റ് റൈറ്റ് സ്വന്തമാക്കി എന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി ആദ്യം ഇത് ബെർമിംഗ്ഹാം ആയിരുന്നില്ല, ഡർബൻ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ ആയിരുന്നു ആദ്യം ഹോസ്റ്റ് എന്ന രീതിയിൽ
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, പിന്നീട് ഡർബൻ പിന്മാറുകയാണ്. അവർ കോമൺവെൽത്ത് ഗെയിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറിയ പശ്ചാത്തലത്തിലാണ് ബർമിംഗ്ഹാമിലേക്ക് ഹോസ്റ്റ് റൈറ്റ് മാറി പോയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി എന്താണ്, മസ്കോട്ട് കൂടെ ഒന്ന് പഠിച്ചു വെക്കണം അല്ലേ. നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മസ്കോട്ട് കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. മസ്കോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. മസ്കോട്ട് എന്താണ്, പെറിയാണ്. ഓക്കെ, എന്താണ് പെറി എന്ന് പറയുന്നൊരു ബുള്ളാണ്, മൾട്ടി കളേർഡ് ബുള്ള്. പെറി എന്ന് പറയുന്നൊരു മൾട്ടി കളേർഡ് ബുള്ളാണ് ഇത്തരത്തിൽ ഇതിന്റെ മസ്കോട്ടായിട്ടുണ്ടായിരുന്നത്. മസ്കോട്ടൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഓപ്പണിംഗ് സെറിമണിയിലും ക്ലോസിംഗ് സെറിമണിയിലും ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് ആരായിരുന്നു എന്ന രീതിയിൽ നമുക്ക് അറിയണം. ഓക്കെ, ഓപ്പണിംഗ് സെറിമണിയിലും അതുപോലെ ക്ലോസിംഗ് സെറിമണിയിലും ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് ആരായിരുന്നു, അതും സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് മൻപ്രീത് സിംഗ്, ഹോക്കി താരമായുള്ള മൻപ്രീത് സിംഗും അതുപോലെ നമ്മുടെ ബാഡ്മിന്റൺ താരം PV സിന്ധുവുമാണ്. ഓക്കെ, PV സിന്ധുവുമാണ്. ഇനി ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് എന്ന് പറയുന്നത് നിഖത്ത് സറീൻ. നിഖത്ത് സറീൻ ബോക്സറാണ്. നിഖത്ത് സറീന് ബോക്സറാണ്. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ ശരത് അജാന്ത, ടേബിൾ ടെന്നീസ് പ്ലെയർ ആയുള്ള ശരത് അജാന്ത. ശരത്ത് ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ആ രീതിയിൽ ഓർത്തു വെക്കണം. ആക്ച്വലി ആദ്യം ഓപ്പണിംഗ് സെറിമണിയിൽ മൻപ്രീത് സിംഗ് ആയിരുന്നില്ല ഉണ്ടായിരുന്ന, നീരജ് ചോപ്ര ആയിരുന്നു. ബട്ട് നീരജ് ചോപ്രയ്ക്ക് എന്താണ് അന്ന് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് ഓപ്പണിംഗ് സെറിമണിയിൽ ഫ്ലാഗ് ബിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത്. സോ ക്ലിയർ ആണല്ലോ. കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് 90% കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് 2022 എന്ന് പറയുന്നത് അതിൻ്റെ 22ാമത്തെ എഡിഷൻ ആയിരുന്നു. എവിടെ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. UK ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. ഇംഗ്ലണ്ട് 3ാമത്തെ തവണയും UK 7ാമത്തെ തവണയാണ് ഹോസ്റ്റ് റൈറ്റ്സ് സ്വന്തമാക്കുന്നത്. ആക്ച്വലി ആദ്യം സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ ആയിരുന്നു ഹോസ്റ്റ് റൈറ്റ് സ്വന്തമാക്കിയത്. പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ടോട്ടൽ 72 രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തു. അതിൽ 5054 അത്ലറ്റ്സിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 322 കായിക താരങ്ങൾ പങ്കെടുത്തു. നീരജ് ചോപ്രയാണ് ഈ ഒരു ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മോട്ടോ എന്ന് പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് ഫോർ എവരി വൺ എന്നായിരുന്നു. വുമൻസ് ക്രിക്കറ്റ് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ടോട്ടൽ മെഡൽ ടാലി ലീഡിംഗ് ആയിട്ട് നിന്നത് ഓസ്ട്രേലിയയാണ്. 178 മെഡൽ, 67 ഗോൾഡ് അടക്കം 178 മെഡൽ ഓസ്ട്രേലിയക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി ഇന്ത്യയുടെ മെഡൽ ടാലി നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 61 മെഡൽസ് ടോട്ടൽ. അത് 22 ഗോൾഡ്സ്, 16 സിൽവർ, 23 ബ്രോൺസ് അല്ലേ. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഈ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു മെഡൽ സ്വന്തമാക്കിയത് അത് സങ്കേത് സർഖറാണ്. അദ്ദേഹം സിൽവർ മെഡൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ 55 കിലോഗ്രാം കാറ്റഗറിയിൽ. ഇതൊക്കെ പറയാനുള്ള കാരണം അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്, അങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഫസ്റ്റ് ഗോൾഡ് സ്വന്തമാക്കിയത് മീരാബായ് ചാനുവാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ 49 കിലോഗ്രാമാണ്. ആ ഒരു രീതിയിലാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉയർത്തിയിട്ട് നേട്ടം സ്വന്തം. ആ രീതിയിലാണ് 49 കിലോഗ്രാം ഉയർത്തിയെന്നല്ല, 49 കിലോഗ്രാം ഭാരം വരുന്ന ആളുകളുടെ കാറ്റഗറിയിലാണ് മത്സരിച്ചത്. ഇനി ഇന്ത്യയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണോ 2022 എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. 2010 ഇന്ത്യയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഇനി ഓപ്പണിംഗ് സെറിമണി ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബിയറേഴ്സ് ആണ്. ഓപ്പണിംഗ് സെറിമണിയിൽ മൻപ്രീത് സിംഗും PV സിന്ധുവാണ്. മൻപ്രീത് സിംഗിന് പകരം ആക്ച്വലി നീരജ് ചോപ്രയായിരുന്നു വരേണ്ടിയിരുന്നത്. ബട്ട് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ക്ലോസിംഗ് സെറിമണിയിൽ നിഖത്ത് സറീനും അതുപോലെ ശരത് അജാന്തയുമാണ് ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. മസ്കോട്ട് എന്ന് പറയുന്ന പെറി എന്ന് പറയുന്ന മൾട്ടി കളേർഡ് ബുള്ളാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? കളേഴ്സ് ഓഫ് ദ സ്ക്വയർ യൂസർ ഇൻ ചെസ് ബോർഡാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ചെസ് ബോർഡിൽ എത്രയൊക്കെ കളർ ഉണ്ടാവും എന്നറിയാമോ? സാധാരണ ചെസ് ബോർഡിൽ 2 തരം കളറാണ് ഉണ്ടാവാറുള്ളത് അല്ലേ. ഇവിടെ തന്ന ഉത്തരമനുസരിച്ചിട്ട് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റും ബ്ലാക്കുമാണ് നമ്മൾ കാണുന്ന ചെസ് ബോർഡിലെ കളേഴ്സ്. നമുക്കറിയുന്നതാണ്. ബട്ട് സാധാരണയായിട്ട് വൈറ്റും ബ്ലാക്കും മാത്രമല്ല, കുറച്ച് ഡാർക്കറും അതുപോലെ ലൈറ്ററായുള്ള കളേഴ്സും നമ്മൾ കാണാറുണ്ട്, മറ്റു കളേഴ്സും കാണാറുണ്ട്. ബട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മത്സരങ്ങളിൽ എന്താണ് ഈ പറഞ്ഞ റൂൾ ഫോളോ ചെയ്യും. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറായുള്ള ചെസ് ബോർഡാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കണ്ടോ ബ്ലാക്കും അതുപോലെ ഇവിടെ വൈറ്റും ഈ രീതിയിലാണ് ചെസ് ബോർഡിൽ ഉപയോഗിക്കുന്ന ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അതും പരീക്ഷയ്ക്ക് വന്നിട്ട്. എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ചെസ് ബോർഡിൽ? 1 2 3 4 5 6 7 8. 8 × 8 എത്രയാണ്? 64 ആണല്ലേ. ഇവിടെയുണ്ട് 1 2 3 4 5 6 7 8. 8 × 8 64 സ്ക്വയേഴ്സ് നമുക്ക് ചെസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കും. എത്രയാണ്? 64 സ്ക്വയേഴ്സ് ചെസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു കളർ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ.
ആദ്യം മൂവ് ചെയ്യുന്ന ഈ ഒരു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മൂവ് ചെയ്യുന്ന പ്ലെയർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, ഈ ഒരു വൈറ്റ് പ്ലെയർ ആയിരിക്കും ആദ്യം മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് മൂവ് ചെയ്യുന്ന പ്ലെയർ ആയിരിക്കും ബ്ലാക്ക്. ഓക്കെ, വൈറ്റ് എന്താണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്ന പ്ലെയറുടെ കളർ എന്താണ് വൈറ്റും, അതുപോലെ സെക്കൻഡ് മൂവ് ചെയ്യുന്ന പ്ലെയറുടെ കളർ ബ്ലാക്കുമാണ്. അതുപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമല്ല, സാധാരണയായിട്ട് ലൈറ്റും അതുപോലെ ഡാർക്കും കോൺട്രാസ്റ്റിൽ വരുന്ന ആ രീതിയിലുള്ള കളേഴ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ആ രീതിയിലും കാണാറുണ്ട്. അതുപോലെ ചെസ്സിന്റെ ഒറിജിൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അറിയുന്നത് വെച്ചിട്ട് ചെസ്സിന്റെ ഒറിജിൻ എവിടെയാണ്? ഇന്ത്യ ആണെന്ന രീതിയിൽ പറയപ്പെടാറുണ്ട്. ചെസ്സിന്റെ ഒറിജിന് ഇന്ത്യ ആണെന്ന രീതിയിൽ പറയാറുണ്ട്. 6ാമത്തെ നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യയുടെ ആ ഒരു ഗുപ്ത ഡൈനാസ്റ്റി കാലയളവിലാണ് ചെസ് എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിലേക്ക് വന്നത് എന്ന രീതിയിലൊക്കെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഇനി റീസെന്റ് ആയിട്ട് 2022 ചെസ് ഒളിമ്പിയാഡ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ചെസ് ഒളിമ്പിയാഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ഓർമ്മയുണ്ടോ? പരീക്ഷയ്ക്ക് ഓൾറെഡി വന്ന ചോദ്യമാണ്. ചെന്നൈയിൽ, തമിഴ്നാടുവിൽ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അതിന്റെ മസ്കൂട്ട് തമ്പി എന്ന് പറഞ്ഞ കുതിര ഓർമ്മയുണ്ടോ? തമ്പി എന്ന് പറഞ്ഞ കുതിര ഞാൻ കറണ്ട് അഫെയറിൽ പറഞ്ഞിട്ടുണ്ട്. തമ്പി എന്ന് പറഞ്ഞ കുതിരയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പിയാഡ് നടക്കുന്നത്. അത് അതിന്റെ 44ാമത്തെ എഡിഷൻ 2022 നടന്നത്. 44th എഡിഷൻ ആയിരുന്നു. എവിടെ വെച്ച് നടന്നു? ചെന്നൈ, തമിഴ്നാടുവിലെ ചെന്നൈയിൽ വെച്ച് നടന്നു. അതിന്റെ മസ്കോട്ട് എന്താണ്? തമ്പി എന്ന് പറയുന്നൊരു കുതിരയാണല്ലോ. തമ്പി എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അനിയൻ എന്ന രീതിയിൽ, ബ്രദർ എന്ന രീതിയിലൊക്കെയാണ് തമിഴിൽ പറഞ്ഞത്. സോ ആ രീതിയിൽ വരുന്നൊരു കുതിരയായിരുന്നു. ഇനി ഇവിടെ എത്ര കരുക്കൾ നമുക്ക് ചെസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു ചോദിച്ചാൽ ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ടോട്ടൽ എത്രയാണ്? 16 കരുക്കൾ നമുക്ക് ചെസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിലെന്താണ്? അതിൽ ഒരു കിങ്, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രാജാവ്, അതുപോലെ കാലാള്, കുതിര, ആന, മന്ത്രി, പടത്തലവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്? കിങ്, ഒരു കിങ് ഉണ്ട്. അതുപോലെ എന്താണ്? ഒരു ക്യൂനും വരും, രാജാവും രാജ്ഞിയും എന്ന് പറയും അല്ലെ? ഒരു ക്യൂനും വരും. അതുപോലെ റൂക്ക് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം വരും. എന്താണ്? 2 റൂക്ക് വരും. അതുപോലെ എന്താണ്? 2 ബിഷപ്പ് വരും. അതുപോലെ പ്രോണ് നൈറ്റ്, 2 നൈറ്റും വരും. അതുപോലെ 8 പ്രോൺസും വരും. ഓക്കെ, ഈ രീതിയിലാണ്. പ്രോൺസാണ് നമ്മുടെ കാലാളും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? സോ ആ രീതിയിലാണ് വരുന്നത്. എത്ര കരുക്കൾ ഉണ്ടാവും, അതുപോലെ തന്നെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. സോ നോർമലായിട്ട് വരുന്ന ഒരു കളർ കൃത്യമാണല്ലോ. തന്ന ബാക്കിയുള്ള കളറിലൊന്നും സാധാരണ നമ്മൾ കാണാറില്ല. റെഡ് ആൻഡ് ബ്ലാക്കിൽ കാണാറില്ല, വൈറ്റ് ആൻഡ് ഗ്രീനിൽ കാണാറില്ല, വൈറ്റ് ആൻഡ് റെഡിൽ കാണാറില്ല. ഇനി ഈ രീതിയിൽ നിർമ്മിച്ചുകൂടെ എന്ന് വെച്ചാൽ നിർമ്മിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്റ്റാൻഡേർഡായിട്ട് കളിക്കുന്ന സമയത്ത് എന്താണ്? ഇത്തരത്തിലാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് വിൽ ഹോസ്റ്റ് ദ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023? ഓൾറെഡി നടന്ന ഇവന്റ് ആണ്. 2023. ഓക്കെ, ഡേറ്റ് അടക്കം നമുക്ക് പറയാമല്ലോ. ഏത് ഇവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡേറ്റ് അടക്കം ഒന്ന് പറഞ്ഞു കളയാം. 2023 മെയ് 9 തൊട്ടിട്ട് 14 വരെ, മെയ് 9 തൊട്ടിട്ട് 14 വരെ തായ്ലാൻഡിൽ വെച്ച് നടന്ന ഇവന്റാണിത്. തായ്ലാൻഡിൽ വെച്ച് നടന്ന ഇവന്റാണ്. അത് തന്നെയായിരുന്നു ചോദ്യം അല്ലേ? ഓക്കെ, തായ്ലാൻഡിൽ വെച്ച് നടന്ന ഇവന്റ് ആയിരുന്നു പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023 മെയ് 9 തൊട്ടിട്ട് 14 വരെ എന്താണ് തായ്ലാൻഡിൽ വെച്ച് നടന്ന ഇവന്റ് ആയിരുന്നു പാരാ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ. ഇതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ്? ഇതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി തന്നെ 2 ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് ആരാണ് ആ ഒരു വ്യക്തി എന്നറിയാമോ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2021 തായ്ലാൻഡിൽ വെച്ച് നടന്ന പാരാ ബാഡ്മിന്റണിൽ ഒരു വ്യക്തി തന്നെ 2 ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതാണ് പ്രമോദ് ഭഗത്. പേരെന്ന് ഓർത്തു വെക്കണം, പ്രമോദ് ഭഗത്. പരീക്ഷയ്ക്ക് ചിലപ്പം അങ്ങനെ വരും. പ്രമോദ് ഭഗത് എന്ന് പറയുന്ന കായിക താരം താഴെ പറഞ്ഞ ഏത് കായിക വിഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ ആണല്ലേ, പാരാ ബാഡ്മിന്റൺ ആണ് അദ്ദേഹത്തിന്റെ കായിക വിഭാഗം. ഇനി വുമൺസ് കാറ്റഗറിയിലും 2 പേര് മെഡൽ സ്വന്തമാക്കേണ്ട, ബട്ട് ഗോൾഡ് അല്ല. വുമൺസ് കാറ്റഗറിയിൽ 2 പേര് മെഡൽ സ്വന്തമാക്കിയിട്ട് ഒന്ന് നിത്യശ്രീ ശിവനാണ്. 2 പേരും എന്താണ് സിൽവർ മെഡലാണ് സ്വന്തമാക്കിയത്. ഒന്ന് നിത്യ എന്ന് മാത്രം ഞാൻ എഴുതുന്നുണ്ട്, നിത്യശ്രീ ശിവനാണ്. അതുപോലെ തുളസിമതി മുരുകേശൻ. ഓക്കെ, തുളസി എന്ന് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, തുളസിമതി മുരുകേശൻ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? 2023 മെയ് 9 തൊട്ടിട്ട് മെയ് 14 തീയതി വരെ എന്താണ് തായ്ലാൻഡിൽ വെച്ച് നടന്ന ഇവന്റ് ആണ് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023. അതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2 ഗോൾഡ് മെഡൽ നേടിയ പാരാ ബാഡ്മിന്റൺ പ്ലെയർ ആണ് പ്രമോദ് ഭഗത്. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി 2 വനിതാ താരങ്ങൾ സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്. ഒന്ന് നിത്യശ്രീ ശിവനും അതുപോലെ തുളസിമതി മുരുകേശനുമാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? FTX ക്രിപ്റ്റോ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? ഈ ഒരു പേര് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ FTX ക്രിപ്റ്റോ കപ്പ്, നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ മറ്റൊരു കാര്യം ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇന്ത്യൻ ചെസ് പ്ലെയർ ആയിട്ടുള്ള ആർ പ്രജ്ഞാനന്ദയും അതുപോലെ തന്നെ ലോകത്ത് തന്നെ ചെസ് ഇതിഹാസം എന്ന രീതിയിലൊക്കെ ഈ ഒരു മോഡേൺ
ഏജിൽ വിളിക്കപ്പെടുന്ന മാഗ്നസ് കാൾട്ടൺ നമ്മൾ പുരിഞ്ഞ പോരാട്ടം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ന്യൂസിലൊക്കെ വായിച്ചിട്ടില്ലേ, നമ്മുടെ ന്യൂസിലൊക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ. അവസാന റൗണ്ടിൽ എന്താണ് മാഗ്നസ് കാൾട്ടന് നമ്മുടെ ആർ പ്രജ്ഞാനന്ദ അട്ടിമറിച്ചെങ്കിലും പിന്നീട് വന്ന റൗണ്ടിൽ മാഗ്നസ് കാൾട്ടൺ തിരിച്ചു വരികയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ. അതെന്താണ്, അത് ഈ പറഞ്ഞ FTX ക്രിപ്റ്റോ കപ്പായിരുന്നു. ഓക്കെ, FTX ക്രിപ്റ്റോ കപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നമ്മളിതാണ് ട്രോഫി എന്നൊന്നും നോക്കിയിട്ടില്ല അല്ലേ. ഈ ഒരു സംഭവം നമുക്കറിയാം. ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, പ്രജ്ഞാനന്ദയും അതുപോലെ മാഗ്നസ് കാൾട്ടനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. ബട്ട് എന്താണ്, അത് ഈ ഒരു കപ്പായിരുന്നു എന്ന രീതിയിൽ നമുക്കറിയില്ലായിരുന്നു അല്ലേ. സോ ഇനി പഠിച്ചു വെച്ചോ, ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ടൂർണമെന്റ് ആണ് FTX ക്രിപ്റ്റോ കപ്പ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. FTX ക്രിപ്റ്റോ കപ്പ് എന്ന് പറയുന്നത് 7 റൗണ്ട് ഓൾ പ്ലേ ചെസ് ടൂർണമെന്റ് ആണ്. 7 റൗണ്ടിലായിട്ടാണ് ഇത് നടക്കുന്നത്. ഓക്കെ, 7 റൗണ്ട് ഓൾ പ്ലേ ചെസ് ടൂർണമെന്റ് ആണ്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വരാം. SSC ഒക്കെ എങ്ങനെ ചോദിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ പോലും ഊഹിക്കാത്ത രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. സോ എല്ലാ രീതിയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റണം നമുക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ 7 റൗണ്ടിലായിട്ടാണ് ഓൾ പ്ലേ ചെസ് ടൂർണമെന്റ് എന്ന രീതിയിൽ ഇത് നടന്നത്. സോ 2022 ആര് ജയിച്ചു? 2022 മാഗ്നസ് കാൾട്ടൺ ജയിച്ചു അല്ലേ. മാഗ്നസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നസ് കാൾസൺ 2022 വിജയിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 2ാമത്തെ തവണയാണ് ഇദ്ദേഹം കണ്ടിന്യൂസ് ഇൻ എ റോ എന്ന രീതിയിൽ 2ാമത്തെ തവണയാണ് ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫൈനലിൽ മാഗ്നസ് കാൾസന് ശക്തമായുള്ള ഓപ്പോസിഷൻ കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യയുടെ പ്ലെയർ ആയിട്ടുള്ള ആർ പ്രജ്ഞാനന്ദിയാണ് മാഗ്നസ് കാൾട്ടന് ശക്തമായുള്ള ഓപ്പോസിഷൻ അതിൽ ഫൈനലിൽ നൽകിയത്. അത് നമ്മൾ ന്യൂസുകളിൽ വായിച്ചിട്ടുമുണ്ട്. ഇനി ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് $2.1 lakh ആണ്. ഓക്കെ, പ്രൈസ് മണി ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് വരുമല്ലോ. $2.1 lakh ആണ് പ്രൈസ് മണി. 1ാം സ്ഥാനം മാഗ്നസ് കാൾട്ടൺ കൊണ്ടുപോയി. 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാരനായുള്ള ആർ പ്രജ്ഞാനന്ദ പറഞ്ഞു. 3ാമത്തെ സ്ഥാനം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അലീസ ഫിറോജിയാണ്. ആരാണ്? അലീസ ഫിറോജിയാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? സൊമൈറ്റി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്. താഴെ 4 ഇവന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഇവന്റുമായിട്ടാണ് സൊമൈറ്റി എന്ന് പറയുന്ന ടേം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാനുള്ളത്. സോ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ്? സൊമൈറ്റി എന്ന രീതിയിലുള്ള ആ ഒരു ടേം എന്താണെന്ന രീതിയിൽ നമുക്കറിയാണല്ലേ. സൊമൈറ്റി അഥവാ മലയാളത്തിൽ അതെന്താണ്? സോമൈറ്റി എന്ന്, മലയാളം അല്ല, ഇംഗ്ലീഷിൽ സോമൈറ്റി എന്ന രീതിയിലും വിളിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതെന്താണ് ആക്ച്വലി സംഭവം? ഇത് 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മസ്കോട്ടായിരുന്നു. 2020 ടോക്കിയോ സമ്മർ ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ സമ്മർ ഒളിമ്പിക്സ് അല്ല, പാരാലിമ്പിക്സിന്റെ. ഓക്കെ, 2020 സമ്മർ പാരാലിമ്പിക്സിന്റെ, ഒളിമ്പിക്സിന്റെ അല്ല, പാരാലിമ്പിക്സിന്റെ എന്താണ് ഒഫീഷ്യൽ മസ്കോട്ടായിരുന്നു. ഇവിടെ തന്ന ഓപ്ഷനിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന പാരാലിമ്പിക്. ഓക്കെ, അത് ഓപ്ഷനിലുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് ഇത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. സോ പാരാലിമ്പിക്സും ഓപ്ഷനിലുണ്ട്. ടോക്കിയോ പാരാലിമ്പിക് 2020. ഞാനിപ്പോൾ പെട്ടെന്ന് വിചാരിച്ചതുപോലെ ചാടിക്കയറി ഇതിലേക്ക് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പെട്ടെന്ന് പാരാലിമ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇത് ഒളിമ്പിക്സിന്റെ അല്ല, പാരാലിമ്പിക് വേറെ, ഒളിമ്പിക് വേറെ. രണ്ടും നടത്തുന്ന ഏജൻസി അല്ലെങ്കിൽ ആ രീതിയിൽ ഓൾമോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒളിമ്പിക്സ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും അതുപോലെ പാരാലിമ്പിക് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയും ഒരേ സമയം ഒരേ വേളകളിൽ ഒരേ വെന്യൂലായിട്ടാണ് നടത്തുന്നതെങ്കിൽ പോലും, ഒരേ സമയം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നെന്ന രീതിയിലാണ്. സോ ആ രീതിയിൽ ഒരേ വെന്യൂലാണ് നടത്തുന്നതെങ്കിലും പോലും എന്താണ്, രണ്ടും 2 ഇവൻ്റാണ്, രണ്ടിനും 2 മസ്കോട്ടും കാര്യങ്ങളാണല്ലേ. സോ ടോക്കിയോ പാരാലിമ്പിക്സ് 2020 ഒഫീഷ്യൽ മസ്കോട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സൊമൈറ്റി. ഓക്കെ, സൊമൈറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണ്, ഒഫീഷ്യൽ മസ്കോട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ടോക്കിയോ ഒളിമ്പിക്സ് 2020 ഒഫീഷ്യൽ മസ്കോട്ട് കൂടെ നമുക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ്? മിറൈത്തോവ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മിറൈത്തോവ എന്ന് പറയുന്ന ടേം ഓർമ്മയുണ്ടോ? മിറൈത്തോവ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഓർമ്മയുണ്ടോ? ചെറി ബ്ലോസമിനൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. രണ്ടും ചെറി ബ്ലോസത്തിനൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലായിരുന്നു. ഈ പറയുന്ന സൊമൈറ്റി ആയിക്കഴിഞ്ഞാലും പിങ്ക് ഡിസൈൻ ആയിരുന്നു. സൊമൈറ്റിക്ക് ഒരു പിങ്കും മിറൈത്തോവയ്ക്കൊരു ബ്ലൂ ഡിസൈനുമായിരുന്നു ഉണ്ടായിരുന്നത്. സോ രണ്ടും എന്താണ്, 2020 ടോക്കിയോ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൊമൈറ്റി എന്ന് പറഞ്ഞ ടോക്കിയോ പാരാലിമ്പിക്സ് ആണെങ്കിൽ മിറൈത്തോവ എന്ന് പറഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിന്റെ മസ്കോട്ടാണ്. ഓക്കെ, 2020 സമ്മർ പാരാലിമ്പിക്സിന്റെ ഒഫീഷ്യൽ മസ്കോട്ടാണ് ഈ പറയുന്ന സൊമൈറ്റി എന്ന് പറയുന്ന കാര്യം. 2020 സമ്മർ ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ മസ്കോട്ട് എന്താണ്? അത് മിറൈത്തോവയാണ് അല്ലേ. സൊമൈറ്റി പിങ്ക് ഡിസൈൻ ആണ്, അത് ഇൻസ്പയർ ചെയ്ത് ചെറി ബ്ലോസത്തിനാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അതിന്റെ ആർട്ടിസ്റ്റ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ റോ തങ്കുച്ചിയാണ്. ഓക്കെ, ജപ്പാൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റോ തങ്കുച്ചിയാണ് ഇത്
ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നത്, അതുകൂടെ ഒന്ന് ഓർത്തേക്കണം. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ മസ്കോട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കോമൺവെൽത്ത് ഗെയിംസ് 2022 മസ്കോട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? പെറി എന്ന് പറയുന്ന മൾട്ടി കളേർഡ് ബുള്ളാണല്ലേ കോമൺവെൽത്ത് ഗെയിംസ് 2022 ഒഫീഷ്യൽ മസ്കോട്ട്. പെറി എന്ന് പറയുന്ന ബുള്ളായിരുന്നു, എന്നൊരു മൾട്ടി കളേർഡ് ബുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2022 വിന്റർ ഗെയിംസ് കൂടെ നമുക്ക് അവിടെ പറഞ്ഞു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ മസ്കോട്ടും അവിടെയാവും. വിന്റർ ഗെയിംസ് കൂടെ എന്താണ്? ബിങ് ഡ്വൻ ആണല്ലേ. ബിങ് ഡ്വൻ ആണ് അതിന്റെ ഒഫീഷ്യൽ മസ്കോട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. 2022 വിന്റർ ഗെയിംസിന്റെ കൂടെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടെ എല്ലാ കാര്യങ്ങളും അവിടെ ആയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സൊമൈറ്റി എന്ന് പറഞ്ഞ ടോക്കിയോ പാരാലിമ്പിക്സ് 2020 ഒഫീഷ്യൽ മസ്കോട്ടാണ്. മെറൈത്തോവ ടോക്കിയോ ഒളിമ്പിക്സ് 2020 ഒഫീഷ്യൽ മസ്കോട്ടാണ്. വിന്റർ ഒളിമ്പിക്സ് 2022 എന്താണ്? ബിങ് ഡ്വൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പെറിയാണ്. ഓക്കെ, എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷനിൽ തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിറൈത്തോവ എന്ന് പറഞ്ഞ ബ്ലൂ കളറിലും അതുപോലെ ചെറിയ ബ്ലോസത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സൊമൈറ്റി എന്താണ്? ഒരു പിങ്ക് കളറിലുള്ള ഡിസൈനുമാണ് കൊടുത്തത്. നെക്സ്റ്റ് എന്താണ്? ദ ടേം സ്ട്രെയിറ്റ് ഡ്രൈവ് ഈസ് റിലേറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്. എന്താണ്? ടേംസ് ആണല്ലോ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജിയാണ്. സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു ടേം ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. നമുക്ക് സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സമയത്ത് ചില ഷോട്ടുകളെ കുറിച്ച് നമുക്ക് പറയുന്ന സമയത്ത് ചില താരങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും. ആരാണ്? മറ്റാരുള്ള സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സ്ട്രെയിറ്റ് ഡ്രൈവ്, അതുപോലെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട്, അതുപോലെ രോഹിത് ശർമ്മയുടെ പുൾ ഷോട്ട്, വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ്. സോ അത്തരത്തിൽ എന്താണ്? അത്തരത്തിൽ ഒരുപാട് ഷോട്ടുകൾ ഫേമസ് ആണല്ലേ. സോ സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കായിക ഇനമാണ് സ്ട്രെയിറ്റ് ഡ്രൈവ്. സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബാറ്റ്സ്മാൻ ബോളിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രെയിറ്റ് ഡ്രൈവ്. കവർ ഡ്രൈവ്, പുൾ ഷോട്ട്, ഹെലികോപ്റ്റർ ഷോട്ട്, അപ്പർ കട്ട്, ആ രീതിയിലൊക്കെ സ്കൂപ്പ് ഷോട്ട്, അങ്ങനെ ഒരുപാട് സ്വിച്ച് ഹിറ്റ്, അങ്ങനെ ഒരുപാട് ഷോട്ട് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്തായാലും പറയാനുണ്ട്, ആ ഒരു ടെർമിനോളജി കാര്യങ്ങൾ പറയാനുണ്ട്. സോ എന്താണ്? സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി നമ്മൾ സ്പോർട്സ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് ജിക്കെയിലെ കോഴ്സിൽ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കുറച്ച് ടെർമിനോളജി കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലേ. ക്രിക്കറ്റിൽ എന്താണ്? ക്രിക്കറ്റ് ആരംഭിക്കുന്നതിന് ടോസ് ഇട്ടിട്ടാണ്. സോ ടോസ് ഇട്ടിട്ട് ആർക്കാണോ ടോസ് ലഭിക്കുന്നത് ആ ഒരു വ്യക്തി എന്താണ്? ഫീൽഡിംഗ് വേണോ ബാറ്റിംഗ് വേണോ എന്ന രീതിയിൽ തീരുമാനിക്കും. ഇനി ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങളും 4 അല്ലെങ്കിൽ 6 സിംഗിളൊക്കെ എടുത്താൽ അതിനൊക്കെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? റൺ എന്ന രീതിയിൽ വിളിക്കും അല്ലേ. ഇനി ഒരു വ്യക്തി എന്താണ്? ഒരു വ്യക്തി ഔട്ടായാൽ അതിനെ നമ്മൾ വിക്കറ്റ് എന്ന രീതിയിൽ വിളിക്കും. ഔട്ട് പല രീതിയിലാവും. ബോൾഡ് ആവാം, ലെഗ് ബിഫോർ വിക്കറ്റ്, LBW ആവാം, ക്യാച്ച് ഔട്ട് ആവാം, അല്ലെങ്കിൽ എന്താണ്? റൺ ഔട്ട് ആവാം, ഹിറ്റ് വിക്കറ്റ് ആവാം, ഏത് രീതിയിലെങ്കിലും വേണമെങ്കിൽ ഔട്ട് ആവാം. സോ വിക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ എന്താണ്? കവർ ഡ്രൈവും വരുന്നുണ്ടല്ലോ. നമ്മുടെ കോഹ്ലിയുടെ പറഞ്ഞതുപോലെ കവർ ഡ്രൈവ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പുൾ ഷോട്ട്, രോഹിത് ശർമ്മയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുൾ ഷോട്ട് വരുന്നുണ്ട്. അതുപോലെ സ്വിങ് ബോളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബോൾ എന്താണ്? ബോൾ വലത്തോട്ടും ഇടത്തോട്ടും എന്താണ്? അവർക്ക് സ്വിങ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ഫ്രീ ഹിറ്റ് വരുന്നുണ്ട്. ഫ്രീ ഹിറ്റ് എന്താണ്? നോ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോൾ എന്താണ്? നെക്സ്റ്റ് ബോളിൽ ഔട്ട് ആവതല്ല ബാറ്റ്സ്മാൻ എന്താണ്? നെക്സ്റ്റ് ബോളിൽ റൺ ഔട്ട് അല്ലാതെ മറ്റൊരു രീതിയിലും ബാറ്റ്സ്മാൻ ഔട്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ എന്താണ്? അതുപോലെ സ്വിച്ച് ഹിറ്റ് വരുന്നുണ്ട്. ലെഗ് ബിഫോർ വിക്കറ്റ്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യോർക്കർ വരുന്നുണ്ട്. യോർക്കർ എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ബോളിംഗ് ആണ്. യോർക്കർ, പുൾ ടോസ് വരുന്നുണ്ട്. അതുപോലെ ബൗൾഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ബോളാണ്. അതും ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഓവർ 6 ബോളാണ്. അതുപോലെ ഫോളോ ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേമാണല്ലേ. അതുപോലെ ഗൂഗ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ യോർക്കർ പറഞ്ഞതുപോലെ സ്പിന്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എ കൈൻഡ് ഓഫ് ബോളിംഗ് ആണ് ഗൂഗ്ലി. അതുപോലെ കവർ എന്ന് വിളിക്കാറുണ്ട്, സ്ക്വയർ ലെഗ് എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ വൈഡ്, നോ റണ്ണ്, ആ രീതിയിലൊക്കെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. എല്ലാമൊന്നും നമ്മളിവിടെ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്താണ്? ഹോക്കി, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് കൂടെ പറയാം, നോട്ട് ചെയ്ത് വെച്ചോ. ബുള്ളി, ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട ടേം ബുള്ളി, ഷോർട്ട് കോർണർ, ഗോൾ, പെനാൽറ്റി, സ്ട്രോക്ക്, പെനാൽറ്റി കോർണർ, സ്കൂപ്പ്, കട്ട്, പുഷിൻ, സ്റ്റിക്ക്, സ്ട്രൈക്കിംഗ് സർക്കിൾ, അണ്ടർ കട്ടിങ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്തൊക്കെയാണെന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എന്താണ് സ്ട്രാറ്റജിക്കയുടെ സ്പോർട്സ് ഫാക്ടിന്റെ കോഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് സമയത്ത് പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല, ടേംസ് മാത്രം എനിക്ക് പറഞ്ഞു വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 3 ക്ലാസ് കണ്ട് എടുത്തിട്ട് ഓരോ ടെർമിനോളജി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഓരോ ടെർമിനോളജി ഞാൻ
പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ഹോക്കി കഴിഞ്ഞു. ഇനി എന്താണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഗോൾ, ഓഫ് സൈഡ്, ഡ്രിബിള്, പെനാൽറ്റി കോർണർ, ഹെഡ്, പാസ്, ലെഫ്റ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്, കിക്ക്, അങ്ങനെ ഒരുപാട് ടേംസ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ ബാഡ്മിൻ്റണുമായിട്ട് ബന്ധപ്പെട്ട് ഷട്ടിൽ കോക്ക്, സർവീസ് കോർട്ട്, ഡബിൾ ഫോൾട്ട്, ഫോർ ഹാൻഡ്, സ്മാഷ് ഹിറ്റ്, ഡ്രോപ്പ്, അതുപോലെ നെറ്റ്, ലവ്, അങ്ങനെ ഒരുപാട് ടേംസ് ബാഡ്മിൻ്റണുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? എല്ലാം ഒന്നും നമ്മളിവിടെ പറഞ്ഞില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പോലത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് എന്താണ്? AD കാലഘട്ടം മുതൽ വരുന്നുണ്ടെങ്കിൽ പോലും എന്താണ് നമുക്ക് അറിയുന്നത് വെച്ചിട്ട് ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1894 കാണുമ്പോൾ അതിലേക്ക് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം 1894 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നത്. സോ ആ രീതിയിൽ ഉത്തരത്തിലേക്ക് പോകരുത്. ഉത്തരം എന്താണ്? 1896 ആദ്യത്തെ ഒളിമ്പിക്സ് നടക്കുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ആണല്ലോ നമ്മുടെ പരീക്ഷയ്ക്കുള്ള ഇപ്പോഴുള്ള ആ ഒരു ട്രെൻഡ് കാര്യങ്ങൾ. സോ 6 ഏപ്രിൽ 1896 ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. എവിടെ വെച്ച് നടന്നു എന്ന് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഏതൻസിലാണല്ലേ, ഗ്രീസിൽ ഏതൻസിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. ഏപ്രിൽ 6 ആരംഭിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഏപ്രിൽ 15 വരെ ഇത് നീണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കൂടെ ഓർത്തിക്കണം. ഇനി ഫസ്റ്റ് ചാമ്പ്യൻ ആരായിരുന്നു? അതായത് ആദ്യമായിട്ടൊരു മെഡൽ സ്വന്തമാക്കിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് കൊണോളിയാണ്. അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ആരാണ്? ജെയിംസ് കൊണോളിയാണ്. ജെയിംസ് കൊണോളിയാണ് ആദ്യമായിട്ടൊരു മെഡൽ സ്വന്തമാക്കിയത്. അദ്ദേഹം USA കാരനാണ്. ട്രിപ്പിൾ ജമ്പിലാണ് അദ്ദേഹം ആദ്യത്തെ ഒളിമ്പിക് ചാമ്പ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി 1894 ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒളിമ്പിക് ഗെയിംസ് വരുന്നതിന് മുൻപ് തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മിറ്റി വേണം അല്ലേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് അന്ന് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. 14 രാജ്യങ്ങളിൽ നിന്നായിട്ട് 241 അത്ലറ്റ്സ് ആദ്യത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിലും ഓർത്തു വെക്കണം. അതുപോലെ ഈ ഒരു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും ആദ്യത്തെ ഒളിമ്പിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന പേരാണ് പയറി ഡി കുർബുട്ടിൻ. എന്താണ്? പയറി ഡി കുർബുട്ടിൻ. ഫാദർ എന്ന രീതിയിലൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. ഈ പറയുന്ന മോഡേൺ ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന രീതിയിലൊക്കെ പയറി ഡി കുർബുട്ടിനെ പലപ്പോഴായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ആ രീതിയിൽ കൂടുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണം. 1896 പങ്കെടുത്ത എല്ലാവരും എന്താണ്? മെൻസ് ആയിരുന്നു. വനിതകൾ ഉണ്ടായിരുന്നില്ല, പുരുഷന്മാർ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അതുകൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് വാസ് ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിൻ ഹെൽഡ് ഇൻ 2022? വീണ്ടും ഡേറ്റ് ചോദിച്ചു അല്ലേ. എന്താണ് ഇത്തവണ ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് എപ്പോൾ നടന്നു എന്നാണ് ചോദ്യം. എവിടെ വെച്ച് നടന്നു എന്ന് അവർക്ക് അറിയേണ്ട, അതിലാര് വിജയിച്ചു എന്നറിയേണ്ട, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മറ്റ് ഫാക്ട്സും കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട. അവർക്ക് എന്താണ് അറിയേണ്ടതാ? ഇത് ഏത് ഡേറ്റ് തൊട്ടിട്ട് ഏത് ഡേറ്റ് വരെ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കാത്തൊരു കാര്യമാണെന്ന് അറിയുന്നത് കൊണ്ട് എന്താണ് അത് ചോദ്യങ്ങളായിട്ട് വന്നു അല്ലേ. ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ നമുക്ക്. സോ നമ്മളൊന്നുപോലും വിട്ടുപോവാതെ പഠിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ ഏത് തന്നെയാണ്? 11 ഒക്ടോബർ തൊട്ടിട്ട് 30 ഒക്ടോബർ വരെയാണ് ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. 2022 ഒക്ടോബർ 11 തൊട്ടിട്ട് ഒക്ടോബർ 30 വരെയാണ് ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. എത്രാമത്തെ എഡിഷൻ ആണെന്ന ഇതിൽ ചോദ്യം വരികയാണെങ്കിൽ അത് 7th എഡിഷൻ ആയിരുന്നു. ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിന്റെ 7ാമത്തെ എഡിഷൻ ആയിരുന്നു നടന്നത്. ഇനി ഫസ്റ്റ് എഡിഷൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 2008 ഫസ്റ്റ് എഡിഷൻ 2008 നടന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റ് കൺട്രി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഴങ്ങും. ഹോസ്റ്റ് കൺട്രി എവിടെയാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഓക്കെ, സ്വന്തം ഇന്ത്യയിലാണ് ഇതിൻ്റെ ഹോസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. 2020 ആക്ച്വലി ഈ ഒരു ഇവന്റ് 2020 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2020 ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് നടത്തണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്ക് അന്നത്തെ സാഹചര്യം അറിയാം. എന്താണ്? COVID-19 ആണല്ലേ. അതുകൊണ്ടാണിത് മാറ്റി വെച്ചിട്ട് 2022 രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു ടൂർണമെന്റ് ഭാഗമായിട്ട് 2 രാജ്യങ്ങൾ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മൊറോക്കോയും അതുപോലെ ടാൻസാനിയാണ്. ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൊറോക്കോ അതുപോലെ ടാൻസാനിയ ആണല്ലേ. മൊറോക്കോ, ടാൻസാനിയ ആദ്യമായിട്ട് എന്താണ് ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് വന്നു. ഓക്കെ, ഇന്ത്യ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഇന്ത്യ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൂർണമെന്റിലേക്ക് ആദ്യമായിട്ട് 2 രാജ്യങ്ങൾ കൂടെ ഫിഫ അണ്ടർ-17 ഭാഗമായിട്ട് വുമൻ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് വന്നു. അതേതാണ്? ടാൻസാനിയയും മൊറോക്കോയുമാണ്. ഇനി ആരാണ് വിജയിച്ചതെന്ന് വെച്ചാൽ നിസ്സംശയം പറയാം, സ്പെയിൻ ആണല്ലേ.
സ്പെയിനാണ് വിജയിച്ചത്. ആരാണ് റണ്ണറപ്പ് എന്ന് ചോദിച്ചാൽ കൊളംബിയ ആണ്. കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ അവരുടെ സെക്കൻഡ് ടൈറ്റിൽ ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിൽ സ്വന്തമാക്കി. ഇനി വരാൻ പോകുന്ന മറ്റൊരു ചോദ്യമായിരിക്കും 2024 അപ്കമിംഗ് ആയിട്ട് വരുന്ന ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് എവിടെ വെച്ച് നടക്കുന്നു എന്ന രീതിയിൽ ചോദ്യം വരാം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എവിടെയാണ്? ഡൊമിനിക്കൻ റിപ്പബ്ലിക് വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ആ രീതി കൂടെ കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം. ഇനി അണ്ടർ-17 ഫിഫ അണ്ടർ-17 2022 സ്ലോഗൻ നോക്കുകയാണെങ്കിൽ കിക്ക് ഓഫ് ദ ഡ്രീം എന്നായിരുന്നു സ്ലോഗൻ ഉണ്ടായിരുന്നത്. ഇനി അതിന്റെ മസ്കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മസ്കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇബ എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ലയൺ ആണ്. ഓക്കെ, ഇബ എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ലയൺ ആണ്. ഒരു പെൺ സിംഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇബ എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ലയണിനെയാണ് നമുക്ക് മസ്കോട്ടായിട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൂടെ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ഏത് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. സോ എന്തൊക്കെ പറഞ്ഞു? ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിന്റെ 7th എഡിഷൻ 2022 ഒക്ടോബർ 11 തൊട്ടിട്ട് ഒക്ടോബർ 30 വരെ നടന്നു. ആദ്യ എഡിഷൻ 2008 ഹോസ്റ്റ് കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. മൊറോക്കോയും ടാൻസാനിയയും ആദ്യമായിട്ട് ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പിന്റെ ഭാഗമായി. ഇതിൽ സ്പെയിൻ വിജയികളായി. സ്പെയിനിന്റെ സെക്കൻഡ് ടൈറ്റിലാണ്. റണ്ണറപ്പായിട്ട് കൊളംബിയ ആണ് വന്നത്. ഇനി 2024 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. മസ്കോട്ട് എന്ന് പറയുന്നത് ഇബ എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ലയൺ ആണ്. സ്ലോഗൻ കിക്ക് ഓഫ് ദ ഡ്രീം എന്നതായിരുന്നു സ്ലോഗൻ. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ദ ലെങ്ത് ഓഫ് ദ പിച്ച് ഇൻ ക്രിക്കറ്റ്. നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കുന്നത് പിച്ചിലാണ് അല്ലേ. ക്രിക്കറ്റ് കളിക്കുന്നത് എവിടെയാണ്? പിച്ചിലാണ്. ഈ പിച്ചിന്റെ ലെങ്ത് എത്രയാണെന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് 22 യാർഡുള്ള പിച്ച് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ. അതെന്താണ്? അത് ക്രിക്കറ്റ് പിച്ചാണ്. സോ 22 യാർഡാണ് ക്രിക്കറ്റ് പിച്ചിന്റെ നീളം വരുന്നത്. 22 യാർഡ് നമുക്ക് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 20.12 മീറ്റർ അല്ലെങ്കിൽ 66 ഫീറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എങ്ങനെ വേണമെങ്കിലും ഓപ്ഷനായിട്ട് വരാൻ വേണ്ടി സാധിക്കും. ഓപ്ഷനിൽ എങ്ങനെ വന്നാലും നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, 20.12 മീറ്റർ. ഇത് ഇവിടെ നമ്മൾ കാണുന്ന ഈ സ്റ്റെമ്പ് തൊട്ടിട്ട് ഈ സ്റ്റെമ്പ് വരെയുള്ള ആ ഒരു ലെങ്ത്തിനാണ് നമ്മൾ പിച്ച് എന്ന രീതിയിൽ വിളിക്കുന്നത്. സോ പിച്ചിന്റെ ലെങ്ത് എത്രയാണ്? 20.12 മീറ്റർ അല്ലെങ്കിൽ 66 ഫീറ്റ്. അതുമല്ലെങ്കിൽ എന്താണ്? അതുമല്ലെങ്കിൽ 22 യാർഡ്സ്. പരീക്ഷയ്ക്ക് പലപ്പോഴും 22 യാർഡ്സ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി അതിന്റെ വിഡ്ത്ത് ചോദിച്ചാൽ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് ചോദിച്ചാൽ 3.05 മീറ്റർ ആണ്. 3.05 മീറ്റർ അല്ലെങ്കിൽ 10 ഫീറ്റ് ആണ് ഇതിന്റെ വിഡ്ത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ ക്രിക്കറ്റിന്റെ പിച്ച് കണ്ടാൽ നിങ്ങൾ ഇമേജിൽ ക്രിക്കറ്റിന്റെ പിച്ച് കണ്ടു. അവിടെ അതിന്റെ പിച്ചിന്റെ ലെങ്ത് 20.12 മീറ്റർ അല്ലെങ്കിൽ 66 ഫീറ്റ്. അതും അല്ലെങ്കിൽ 22 യാർഡ് എന്ന് പറഞ്ഞ വിഡ്ത്ത് 3.05 മീറ്റർ അല്ലെങ്കിൽ 10 ഫീറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പ്രീവിയസിൽ വന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രീവിയസിൽ വന്ന ഒരു ചോദ്യമായിരുന്നു ക്രിക്കറ്റ് ബോളിന്റെ വെയിറ്റ് എത്രയാണെന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു SSC നൽകിയിട്ടുണ്ടായിരുന്ന ആൻസർ 159.9 ഗ്രാം ടു 163 ഗ്രാം എന്നതായിരുന്നു. SSC നൽകിയ ഓപ്ഷൻ എന്നതായി ശരിയായിട്ടുള്ള ഉത്തരം എന്നതായിരുന്നു എൻ്റെ ഓർമ്മ. ബട്ട് നമുക്ക് എന്താണ് പറയുന്ന സമയം നമുക്ക് 155 തൊട്ടിട്ട് 163 ഗ്രാം വരെ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ക്രിക്കറ്റ് ബോളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 155 തൊട്ട് 163 ഗ്രാം വരെ എന്ന് പഠിച്ചു വെച്ചോ. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻ വന്നത് 159.9 ഗ്രാം തൊട്ടിട്ട് 163 ഗ്രാം വരെ എന്നതായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി എന്താണ്? കഴിഞ്ഞില്ല. ഈ കണ്ടോ ഇവിടെ സ്റ്റെമ്പ് കണ്ടോ? ഈ സ്റ്റെമ്പിന്റെ ലെങ്ത് അടക്കം പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ലെങ്ത് അല്ല ഹൈറ്റ് അടക്കം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 28 ഇഞ്ചാണ്. എത്രയാണ്? 28 ഇഞ്ചസ് അല്ലെങ്കിൽ 71.12 സെന്റിമീറ്റർ ആണ് ഈ സ്റ്റെമ്പിന്റെ ഹൈറ്റ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അത്രത്തോളം രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻ ഇസ് നോട്ട് റിലേറ്റഡ് ടു കബഡി. കബഡി എന്ന് പറയുന്ന കായികരൂപം നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കളിക്കുന്ന കായിക ഇനമാണ് അല്ലേ. സോ ഒരു കബഡിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അത്രത്തോളം നോളജ് ഇല്ല. എനിക്ക് അറിയുന്ന നോളജ് വെച്ച് ഞാൻ പറയാം. സോ എന്താണ് കബഡിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കബഡിയുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. ബോൾട്ട് ലൈന്, അറ്റാക്ക് ലൈന്, ബോണസ് ലൈന്, എൻഡ് ലൈൻ. നമുക്ക് ഫിഗറിൽ തന്നെ നോക്കാം. ഇവിടെ എന്താണ് ഫിഗറിൽ തന്നിട്ടുണ്ട്? അറ്റാക്ക് ലൈൻ ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫിഗറിൽ എന്താണ്? ഫിഗറിൽ നമുക്ക് മിഡ് ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. മിഡ് ലൈൻ എന്തായിരിക്കും? മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നടുവിൽ വരുന്ന ലൈനാണ്. അത് ഓപ്ഷനിലായിട്ട് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് എന്താണ്? ബോൾട്ട് ലൈൻ ആണ് അല്ലേ. മിഡ് ലൈൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ലൈൻ ഏതാണ്? ബോൾട്ട് ലൈൻ. അത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞാൽ ബോണസ് ലൈൻ. ബോൾട്ട് ലൈനിന്റെ ബാക്കിലായിട്ട് ബോണസ് ലൈൻ അതും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എൻഡ് ലൈൻ അതും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താണ്? അറ്റാക്ക് ലൈൻ മാത്രം എന്തല്ല കബഡിയുമായിട്ട് ബന്ധമില്ലാത്തൊരു ടേമാണ്. കബഡിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടീം സ്പോർട്ടാണ്, ടീം ഇവന്റ് ആണ് കബഡി അല്ലേ. 2 ടീമായിട്ട് ഓരോ ടീമിലും എത്ര പേരുണ്ടാവും?
7 പേഴ്സൺ ആണ് ഓരോ ടീമിലും കബഡിയിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ടീമിൽ 7 പേരുണ്ടാവും. ഓക്കെ, ഈ ഒരു ടീമിൽ 7 പേരുണ്ടാവും. അതുപോലെ ഈ ഒരു ടീമിൽ എന്താണ്, ഈ ഒരു ടീമിൽ 7 പേരുണ്ടാവും. ആ രീതിയിലാണ് കബഡി നടക്കുന്നത്. കബഡിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ റെക്ടാങ്കുലർ ഗ്രൗണ്ടാണ്, സ്ക്വയർ അല്ല, റെക്ടാങ്കുലർ ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി മെൻസിൻ്റെ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്, ഇതിൻ്റെ പിച്ചിൻ്റെ ലെങ്ത്, പിച്ചല്ല, ഈ ഒരു കബഡി നടക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10/13 മീറ്റർ അല്ലെങ്കിൽ 33 ഫീറ്റ് ഇൻറ്റു 43 ഫീറ്റ് ആണ്. ഓക്കെ, മെൻസിൻ്റെ കബഡി ടൂർണമെൻറ്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ഇൻറ്റു 43 ഫീറ്റ് ആണ്, അല്ലെങ്കിൽ 10/13 മീറ്റർ എന്ന് നമ്മൾ പറയും. 10/13 മീറ്റർ എന്ന് പറയും. ഇനി വുമൻസിൻ്റെ ടൂർണമെൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ അതെന്താണ്, വുമൻസിൻ്റെ ടൂർണമെൻ്റ് ആണെങ്കിൽ നമുക്ക് 26 ഫീറ്റ് ഇൻറ്റു 39 ഫീറ്റ്, അല്ലെങ്കിൽ എന്താണ് 8/12 എന്ന രീതിയിൽ നമുക്ക് മീറ്റർ എന്ന രീതിയിലും പറയാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ഒരു ബോക്ക് ലൈന്, ബോണസ് ലൈന്, എൻ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബോക്ക് ലൈൻ എന്ന് പറയുന്നത് മിഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ബോക്ക് ലൈൻ ഉണ്ടല്ലോ, മിഡ് ലൈനിൽ നിന്നും ഈ ഒരു മിഡ് ലൈനിൽ നിന്നും ബോക്ക് ലൈൻ എന്ന് പറയുന്നത് 3.75 മീറ്റർ അകലെയായിരിക്കും. എന്താണ് ബോക്ക് ലൈൻ എന്ന് പറയുന്നത് മിഡ് ലൈനിൽ നിന്നും 3.75 മീറ്റർ അകലെയായിരിക്കും. ഇനി ഒരു ബോണസ് ലൈനും അതുപോലെ ബോക്ക് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, ബോണസ് ലൈനും ബോക്ക് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് 1 മീറ്റർ ആയിരിക്കും. ബോക്ക് ലൈനും ബോണസ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിരിക്കും. ഇനി എൻഡ് ലൈനും ബോണസ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് 1.75 മീറ്റർ ആയിരിക്കും. 1.75 മീറ്റർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻ വരുത്തണമെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചോദ്യങ്ങളായിട്ട് ഉണ്ടാകുക. ഓക്കെ, മനസ്സിലാകാത്തവരെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ് എന്താണ്, വിച്ച് കൺട്രി ഹോസ്റ്റഡ് ഫിഫ വേൾഡ് കപ്പ് 2022? 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ഡേറ്റ് കൂടെ നമുക്ക് നോക്കിയാലോ. 2022 ഫിഫ വേൾഡ് കപ്പ്, അതിൻ്റെ 22ാമത്തെ ഫിഫ വേൾഡ് കപ്പ് എന്താണ് 22nd എഡിഷൻ ആയിരുന്നു ഫിഫ വേൾഡ് കപ്പിന് നടന്നിട്ടുണ്ടായിരുന്നത്. അത് എന്ന് തൊട്ടിട്ട് എന്ന് വരെ നടന്നു എന്ന് വെച്ചാൽ 2022 നവംബർ 20 തൊട്ടിട്ട് 18th ഡിസംബർ വരെയായിരുന്നു ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതെവിടെ വെച്ചു ആതിഥേയത്വം വഹിച്ചു അല്ലെങ്കിൽ എവിടെ വെച്ച് നടന്നു എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഖത്തറിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ടൂർണമെന്റ് നടന്നത്. അല്ലെ, എവിടെ വെച്ചിട്ടാണ്? ഖത്തറിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 32 രാജ്യങ്ങൾ, 32 കൺട്രീസ് ഇതുമായിട്ട് ഈ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു അറബ് അല്ലെങ്കിൽ മുസ്ലിം വേൾഡിൽ ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു അറബ് അല്ലെങ്കിൽ മുസ്ലിം വേൾഡിൽ ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അതുപോലെ എന്താണ്, അതുപോലെ രണ്ടാമതായിട്ടാണ് ഒരു ഏഷ്യൻ സിറ്റിയിൽ 2002 ശേഷം എന്താണ് ഒരു ഏഷ്യൻ സിറ്റിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തേക്കണം. സൗത്ത് കൊറിയയിലും ജപ്പാനിലൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. ആ രീതിയിലൊന്ന് ഓർത്തേക്കണം. ഇനി ചാമ്പ്യൻ ആരാണ്? ഡിഫൻഡിങ് ചാമ്പ്യൻ എന്ന് പറയുന്നത് അർജന്റീനയാണ് അല്ലേ. അർജന്റീന അവരുടെ 3rd ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫൻഡിങ് ചാമ്പ്യൻ അർജന്റീനയാണ്. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്ന ആരാണ്? റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആയിരുന്നു. ഇനി ഗോൾഡൻ ബൂട്ട്, അതായത് ടോപ്പ് ഗോൾ സ്കോറർ എംബാപ്പയാണ്, കെയ്ലിയൻ എംബാപ്പയാണ്. 8 ഗോൾ നേടി ഫ്രാൻസിന്റെ താരമായുള്ള കെയ്ലിയൻ എംബാപ്പെ. ഇനി ഗോൾഡൻ ബോൾ ബെസ്റ്റ് പ്ലെയർ, അതായത് ഗോൾഡൻ ബോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് പ്ലെയർ, അത് ലയണൽ മെസ്സിയാണ്. അർജന്റീന താരമായുള്ള ലയണൽ മെസ്സിയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഈ 2022 ഖത്തർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിന്റെ മസ്കോട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. മസ്കോട്ട് എന്താണ്? മസ്കോട്ട് ലയീബാണ്. ഓക്കെ, ലയീബ് എന്നതാണ് മസ്കോട്ട് വരുന്നത്. ലയീബ് എന്ന സൂപ്പർ സ്കിൽഡ് പ്ലേയേഴ്സ് എന്നാണ് മീനിങ് വരുന്നത്. ഇനി ബോളിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, അതിന്റെ ബോളിന്റെ പേര് ചോദിക്കാറുണ്ട്. എന്താണ്? അൽ റിഹ്ളയാണ്. എന്താണ്? അൽ റിഹ്ള. ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നുള്ള ചോദ്യമാണ്. അൽ റിഹ്ള എന്ന പേരിലാണ് വിളിക്കുന്നത്. അൽ റിഹ്ള എന്ന് വെച്ചാൽ മീനിങ് ദ ജേണി എന്നതാണ് അതിന്റെ മീനിങ്. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന സഞ്ചാരികൾ, ട്രാവലോഗറായിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ റെഫറൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ട്രാവലോഗിന്റെ റെഫറൻസ് എന്ന രീതിയിലാണ് അൽ റിഹ്ള എന്ന് പറയുന്ന ആ ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. സോ 2022 വെന്യൂ നമ്മൾ പറഞ്ഞു. ഇനി 2022 മാത്രമല്ല, അങ്ങോട്ടുള്ളതും ചോദിക്കും. ഏതാണ്ട് 2034 വരെയുള്ള വെന്യൂസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2022 നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു? 2022 ഖത്തറാണല്ലേ. 2022 ഖത്തർ എന്ന് പറഞ്ഞു. ഇനി എന്താണ് 2022 കഴിഞ്ഞാൽ 4 വർഷം കൂടുമ്പോഴാണ്. സോ 2024 അല്ല, 2026. ഓക്കെ, 2026 എവിടെയാണ്? 3 രാജ്യങ്ങളുണ്ട്. കാനഡ, മെക്സിക്കോ, US. 3 രാജ്യങ്ങളായിട്ട് 2026 നടക്കും. 2030 എന്താണ്? 2030 3 രാജ്യങ്ങൾ തന്നെയാണ്.
മൊറോക്കോ, ഇത് നമുക്ക് അങ്ങോട്ടും വരാൻ പഠിക്കാനുണ്ട്. പോർച്ചുഗൽ, അതുപോലെ സ്പെയിൻ, ഈ 3 രാജ്യങ്ങളായിട്ടാണ് 2030 നടക്കുന്നത്. 2034 വന്നിട്ടുണ്ട്. അതേതാണ്? സൗദി അറേബ്യ, വീണ്ടും ഒരു ഗൾഫ് കൺട്രിയിലെ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുകയാണ്. സോ ഇത്രയും വെന്യൂസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് റേസ് ചെയ്യുകയാണ്. എൻ്റെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ഇവിടെ തന്നെ ആയിപ്പോൾ. ഖത്തറാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹു വാസ് ദ ക്യാപ്റ്റൻ ഓഫ് അണ്ടർ-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇൻ വേൾഡ് കപ്പ് 2022? 2022 അണ്ടർ-19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? യഷ് ദുള്ളാണ് അല്ലേ. യഷ് ദുള്ളാണ് ഈ ഒരു ഇവന്റിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതും നടന്ന ഡേറ്റ് നമുക്ക് പഠിച്ചു വെക്കണോ? പഠിച്ചു വെച്ചേ മതിയാകത്തുള്ളൂ. അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2022 നടന്ന ഡേറ്റ് എന്നാണ്. അത് നടന്നിട്ടുണ്ടായിരുന്നത് 14 ജനുവരി തൊട്ടിട്ട് 5 ഫെബ്രുവരി 2022 5 ഫെബ്രുവരിയിലാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. വിജയിച്ച ചാമ്പ്യൻ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് ചാമ്പ്യൻ. ഇന്ത്യയുടെ 5th ടൈറ്റിലായിരുന്നു, ഇന്ത്യയുടെ 5ാമത്തെ ടൈറ്റിലായിരുന്നു അവർ സ്വന്തമാക്കിയത്. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടായിരുന്നു. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്ന ആരാണ്? ഇംഗ്ലണ്ടാണ് റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയുടെ ഡെവാൾഡ് ബ്രൂവീസ് ആണ്. നമ്മുടെ IPL ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പേരാണല്ലോ ഡെവാൾഡ് ബ്രൂവീസ്. അതുപോലെ ഇന്ത്യ ഇതിനു മുൻപ് എപ്പൊക്കെ വിജയിച്ചിരുന്നു ചോദിച്ചാൽ 2000, 2008, 2012, 2018, അതായത് ഇന്ത്യയുടെ 5ാമത്തെ അണ്ടർ-19 വേൾഡ് കപ്പാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ നായകന്മാരൊക്കെ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ശിഖർ ധവാന്റെ നേതൃത്വത്തിലുള്ള ടീം, മുഹമ്മദ് കൈഫിന്റെ നേതൃത്വത്തിലുള്ള ടീമൊക്കെ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. സോ 2000, 2008, 2012, 2018, 2022 5 തവണ അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ഇനി അടുത്ത ഹോസ്റ്റ് 2024 ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. 2026 സിംബാബ്വേയും നമീബിയയുമാണ് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? Which of the following was the debutant team in the ICC Women T20 World Cup 2020? 2020 ICC Women T20 വേൾഡ് കപ്പ്, വനിതകളുടെ T20 വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് ഒരു ടീം എന്താണ് ICC Women T20 വേൾഡ് കപ്പിലേക്ക് പ്രവേശനം ലഭിച്ചു. അത് ഏതാണ് ടീം എന്നാണ് ചോദ്യം. മറ്റേത് ടീമുമല്ല. തന്ന ബംഗ്ലാദേശൊക്കെ ഇതിന് മുന്നേ ഉണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, അയർലാൻഡും ഉണ്ട്. തായ്ലാൻഡാണ് ആദ്യമായിട്ട് 2020 T20 വേൾഡ് കപ്പിലൂടെ വനിതകളുടെ T20 വേൾഡ് കപ്പിന്റെ ഭാഗമായത്. ഓക്കെ, അന്ന് 2020 കാര്യമാണ്. അന്ന് ഹോസ്റ്റ് ചെയ്യേണ്ടായിരുന്ന കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ആണ്. ഇനി എന്നോട്ട് എന്ന് വരികയായിരുന്നു പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 21 ഫെബ്രുവരി തൊട്ടിട്ട് 8 മാർച്ച് വരെയാണ് 2020. മാർച്ച് 8 എന്ന് പറയുമ്പോൾ എന്താണ്? വനിതാ ദിനമാണല്ലേ. വനിതാ ദിനം വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. വിജയികൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ 5ാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കി. റണ്ണേഴ്സ് അപ്പ് നമ്മുടെ സ്വന്തം ഇന്ത്യ ആയിരുന്നു. ഓക്കെ, ആ രീതിയിൽ ഓർത്തു വെക്കണം. 2 ക്വാളിഫയേഴ്സ് ടീമാണ് വന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണ് കേൾക്കാറുള്ളത് അല്ലേ. ടോപ്പ് വരുന്ന 5-6 ടീം എന്താണ്? ടോപ്പ് വരുന്ന 5-6 ടീം ഓൾറെഡി അതുവരെയുള്ള കഴിഞ്ഞ വർഷത്തിൽ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് റാങ്കിങ്ങിൽ ടോപ്പ് വരുന്ന ടീംസ് വരും. അല്ലാതെ എന്താണ്? ബാക്കിയുള്ള 4-5 ടീംസ് ഈ പറഞ്ഞതുപോലെ എന്താണ് ക്വാളിഫയർ മത്സരം കളിച്ചിട്ട് അതിൽ 2 പേര് ക്വാളിഫൈഡ് ആവും. അങ്ങനെ ക്വാളിഫൈഡ് ആയ 2 ടീമാണ് ബംഗ്ലാദേശും അതുപോലെ തന്നെ തായ്ലാൻഡും. ഓക്കെ, അത് കൂടെ ഓർത്തേക്കണം. ഇനി 2023 ICC Women T20 വേൾഡ് കപ്പും സമാപിച്ചിട്ടുണ്ട്. അതിൽ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. വിജയിച്ചത് ഓസ്ട്രേലിയ തന്നെയാണ്. ഓസ്ട്രേലിയ 2020 5ാമത്തെ ടൈറ്റിലാണെങ്കിൽ 2023 അവരുടെ 6ാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കി. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. ഹോസ്റ്റായ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് റണ്ണേഴ്സ് അപ്പ്. ആ രീതി കൂടെ ഓർത്തേക്കണം. ഇത്തവണ 2021 ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നത് ബംഗ്ലാദേശും അയർലൻഡുമായിരുന്നു. തായ്ലാൻഡിന് വീണ്ടും കയറി വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ രീതി കൂടെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വാസ് ഹോസ്റ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? ഏത് രാജ്യത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വനിതകളുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്? വനിതകളുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ എന്താണ്? 50 ഓവർ വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ. 50 ഓവർ ODI വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ. T20 ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ വന്നതാണ് ഈ പറയുന്ന T20 വേൾഡ് കപ്പ്. ഓക്കെ, അതിന് മുൻപ് ODI വേൾഡ് കപ്പ് മാത്രമാണ്. സോ ആദ്യമായിട്ട് വനിതകളുടെ ODI വേൾഡ് കപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് 1973 വനിതകളുടെ ODI വേൾഡ് കപ്പ് ആദ്യമായിട്ട് നടക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആരാണ്? ഓർഗനൈസ് ചെയ്യുന്നത് ICC ആണ്. ഓക്കെ, ICC ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ആ രീതി കൂടെ ഓർത്ത് വെക്കണം. ഇതിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. റണ്ണേഴ്സ് അപ്പ് ഓസ്ട്രേലിയ ആണ്. ബട്ട് നമ്മുടെ ഇന്ത്യ അതിലൊന്ന് ഉണ്ടായിരുന്നില്ല. 1973 ഫസ്റ്റ് വുമൻസ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യ അതിലുണ്ടായിരുന്നില്ല. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം.
വുമൺസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആദ്യമായിട്ട് നടക്കുന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1934. ഇത് വേൾഡ് കപ്പാണ് പറയുന്നത്. വുമൺസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് 1934 അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി 2022 ODI വേൾഡ് കപ്പ്. ഇത്ര നേരം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ വന്നത് T20 വേൾഡ് കപ്പ് ആയിരുന്നു വനിതകളുടെ. 2022 ODI വേൾഡ് കപ്പ് ന്യൂസിലാൻഡിൽ വെച്ച് നടന്നിട്ട് ഓസ്ട്രേലിയ ആയിരുന്നു അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2025 നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. 4ാമത്തെ തവണയാണ് ഇന്ത്യ ODI വേൾഡ് കപ്പ് വനിതകളുടെ ODI വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആദ്യമായിട്ട് 1978, പിന്നെ 1997, പിന്നെ 2013. അതുകൂടെ അവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? റോവേഴ്സ് കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം? ഏത് ഗെയിമുമായിട്ടാണ് റോവേഴ്സ് കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. റോവേഴ്സ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ടൂർണമെന്റ് ആണ് അല്ലെ. ഒരു ആനുവൽ ടൂർണമെന്റ് ആണ്. വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ മാനേജ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്ന ആനുവൽ ടൂർണമെന്റ് ആയിരുന്നു, ആനുവൽ ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു റോവേഴ്സ് കപ്പ്. സെക്കൻഡ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഇൻ ഇന്ത്യ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ടൂർണമെന്റ് ആണ് റോവേഴ്സ് കപ്പ്. 1891 ഈ പറയുന്ന ടൂർണമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബട്ട് 2001 കൂടി എന്താണ് ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. 2001 ശേഷം പിന്നീട് എന്താണ് റോവേഴ്സ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. സ്പോൺസർഷിപ്പ്, ഫിനാൻഷ്യൽ പരമായുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അതന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ പരീക്ഷയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ വരും. ഓൾറെഡി ഒരുപാട് തവണ വന്ന ചോദ്യമാണ്. റോവേഴ്സ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കാറുണ്ട് 1891. അവസാനമായിട്ട് നടന്ന വർഷം ചോദിക്കാറുണ്ട് 2001. ഇനി ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി കണ്ട് തന്നെ അറിയാം ഇത് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. നെക്സ്റ്റ് എന്താണ്? ഹൗ മെനി സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ആർ ദർ ഇൻ ബീച്ച് വോളി ടീം? എന്താണ് കാര്യം? ബീച്ച് വോളിബോൾ അല്ലെ. ബീച്ച് വോളിബോൾ ടൂർണമെന്റിൽ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിന് ഇറങ്ങാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദ്യം വന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ഉണ്ട് അല്ലേ. ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർക്ക് എന്താണ്? കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർക്ക് ഏതെങ്കിലും രീതിയിൽ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ എന്താണ്, താൽക്കാലികമായിട്ട് അവരവിടുന്ന് മാറി നിൽക്കുകയല്ല. താൽക്കാലികമായിട്ട് അവരവിടുന്ന് മാറി നിന്നിട്ട് എന്താണ് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് വരും. അല്ലെങ്കിൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അവസാന മിനിറ്റിലൊക്കെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിനൊക്കെ ഇറക്കുന്ന രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ആ രീതിയിലൊരു പരിപാടി എവിടെ നടക്കത്തില്ല? ബീച്ച് വോളിയിൽ ഒരിക്കലും നടക്കത്തില്ല. ബീച്ച് വോളിയിൽ, സ്റ്റാൻഡേർഡ് ബീച്ച് വോളിയിൽ നടക്കത്തില്ല. സോ ഉത്തരം എന്താണ്? 0 ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ആണ് ബീച്ച് വോളിയിൽ അലൗഡ് ആയിട്ടുള്ളത്. ബീച്ച് വോളിയിൽ എന്താണ്? ബീച്ച് വോളി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ്. ഓക്കെ, നോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ആണ്. ബട്ട് ഇൻഡോർ ബോളിയിൽ കാര്യങ്ങൾ മാറ്റാണ്. ഇൻഡോർ ബോളിയിൽ എന്താണ്? ഇൻഡോർ ബോളിയിൽ 6 സബ്സ്റ്റിറ്റ്യൂഷൻ പെർ സെറ്റ് സാധ്യമാണ്. 6 സബ്സ്റ്റിറ്റ്യൂഷൻ പെർ സെറ്റ് സാധ്യമാണ്. അതുപോലെ എന്താണ്? ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ഇറങ്ങും. ബട്ട് ഇവിടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീച്ച് വോളിയിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ബീച്ച് വോളിയിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ ടൈമായിട്ട് വിളിക്കുക എന്നത് മാത്രമാണ് അവിടെ ഒരു രക്ഷയായിട്ട് വരുന്നത്. മറ്റൊരു രീതിയിലും എന്താണ്? മറ്റൊരു രീതിയിലും ഒരു പ്ലെയറെ പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. 1915 ബീച്ച് വോളി എന്ന് പറയുന്ന ഈ ഒരു കായിക വിഭാഗത്തിന്റെ ആരംഭം വരുന്നത്. 1895 മുതൽ ഇൻഡോർ ബോളി നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടെ അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വെൻ ഡിഡ് ഇന്ത്യ ഫസ്റ്റ് വിൻ ദ ഫസ്റ്റ് വേൾഡ് കപ്പ് ടൈറ്റിൽ ഹോക്കി? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അല്ലെ. ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബട്ട് ഒളിമ്പിക്സിലാണ് കൂടുതൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ ചോദിച്ചത് ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിജയം എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1975 മലേഷ്യയിലെ കോലാലംപൂറിൽ വെച്ച് നടന്ന മലേഷ്യയിലെ കോലാലംപൂറിൽ വെച്ച് നടന്ന ടൂർണമെന്റിലായിരുന്നു ഇന്ത്യ ആദ്യമായിട്ട് വിജയികളായത്. ഓക്കെ, 1975 കോലാലംപൂർ, മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ച ടൂർണമെന്റിലാണ് ഇന്ത്യ ആദ്യമായിട്ട് വിജയികളായത്. ഇതായിരുന്നു ആദ്യത്തെ ഹോക്കി വേൾഡ് കപ്പ് എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. 1971 ഫസ്റ്റ് ടൂർണമെന്റ് നടന്നത്. അന്ന് പാകിസ്ഥാൻ വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാകിസ്ഥാൻ ആയിരുന്നു അന്ന് വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് സ്പെയിൻ ആയിരുന്നു. 1971 ആദ്യത്തെ ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് സ്പെയിൻ ആയിരുന്നു ഹോസ്റ്റ് കൺട്രി. പാകിസ്ഥാൻ വിജയിച്ചു അന്ന്. ഓക്കെ, അതിനുശേഷം 2023 എന്താണ്? 2023 ഹോക്കി വേൾഡ് കപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു. ഭുവനേശ്വറിലും റൂർഖലയിൽ വെച്ചിട്ട് എന്താണ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മനിയാണ് അന്ന് വിന്നേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി 2026 അപ്കമിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന ഹോക്കി വേൾഡ് കപ്പ് ബെൽജിയത്തിലും നെതർലാൻഡ്സിലും വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ബെൽജിയത്തിലും നെതർലാൻഡ്സിലും വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി 1975 ഇന്ത്യ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയതെന്ന് അറിയാമോ? പാകിസ്ഥാനെയാണ് ഫൈനലിൽ
പരാജയപ്പെടുന്നത്. പിന്നീട് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. 1975 വിജയിച്ചതിന് ശേഷം എന്താണ് പിന്നീട് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപ് 1975 മുൻപ് 1973 ഇന്ത്യക്ക് റണ്ണേഴ്സ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ടൈറ്റിലുള്ള ടീം പാകിസ്ഥാനാണ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഏറ്റവും കൂടുതൽ ടൈറ്റിലുള്ള ടീം ഏതാണ്? അത് പാകിസ്ഥാനാണ്. ആ രീതി കൂടെ പാകിസ്ഥാന്റെ പേരൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ഹൗ മെനി സിൽവർ മെഡൽസ് വാസ് won by the Indian Tokyo Paralympic 2020. 2020 നടന്ന ടോക്കിയോ പാരാലിമ്പിക്സിൽ 2020 എന്ന് പറയുന്ന സമയത്ത് 2020 ടൂർണമെന്റ് നടന്നത് 2021 COVID-19 കാരണം 2021 ഓഗസ്റ്റ് 24 തൊട്ടിട്ട് സെപ്റ്റംബർ 5 വരെയാണ് ടോക്കിയോ പാരാലിമ്പിക്സ് പാരാത്ലറ്റ്സ് പങ്കെടുക്കുന്ന പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരിക്കലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ല, ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ്. IPC എന്ന് പറയും, ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിലെന്താണ് ഇന്ത്യ എത്ര മെഡൽ സ്വന്തമാക്കി? ഗോൾഡിന്റെ അല്ല, ഇന്ത്യ ടോട്ടൽ സിൽവർ മെഡലാണ് ചോദിച്ചത്. അല്ല, ഇന്ത്യ എത്ര സിൽവർ മെഡൽ സ്വന്തമാക്കി എന്നാണ് ചോദ്യം. ഇതിൽ ഇന്ത്യ ടോട്ടൽ 19 മെഡൽസ് സ്വന്തമാക്കേണ്ടത്. ഇന്ത്യ ടോട്ടൽ എത്രയാണ്? 19 മെഡൽസ് സ്വന്തമാക്കേണ്ടത്. അതിൽ 5 ഗോൾഡ് നമ്മളോട് ചോദിച്ചില്ല. 8 സിൽവർ പ്ലസ് 6 ബ്രോൺസ്. 3 നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ. സോ ഇത്ര എത്രയാണ്? സിൽവർ 8 സിൽവർ ആണ് ഇന്ത്യക്ക് നേടാൻ വേണ്ടി സാധിച്ചത്. 19 മെഡലിൽ 5 ഗോൾഡ്, 8 സിൽവർ, 6 ബ്രോൺസ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അവനി ലഖേര എന്ന് പറഞ്ഞ പേര് നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അവനി ലഖേര എന്ന് പറയുന്ന ഷൂട്ടറുടെ പേര് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. കാരണം ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 2 പാരാലിമ്പിക് ഗോൾഡ് മെഡൽ. അതായത് ഒരു പാരാലിമ്പിക് എഡിഷനിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത 2 ഗോൾഡ് മെഡൽ സ്വന്തമാക്കുന്നത്. അതാരാണ്? അത് അവനി ലഖേരയാണ്. ഷൂട്ടറാണ്. ഓൾറെഡി ചോദ്യം വന്നിട്ടുണ്ട്. ഇനി 5 ഗോൾഡ് മെഡലേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ അവരുടെ പേരുകൾ നമുക്ക് നോക്കാം. സുമിത് അന്തിൽ ജാവലിൻ ത്രോവർ ആണ്. മനീഷ് നർവാൾ ഷൂട്ടിംഗ് പ്ലെയർ ആണ്. പ്രമോദ് ഭഗത് ബാഡ്മിന്റൺ പ്ലെയർ ആണ്. നേരത്തെ നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രമോദ് ഭഗത്തിന്റെ പേര്. അതുപോലെ കൃഷ്ണനഗർ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. ഒരാൾ കൂടി ഉണ്ടല്ലോ, അതാരായിരിക്കും? അത് അവനി ലഖേരയാണ് അല്ലേ. ആ രീതി കൂടെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. സുമിത് അന്തിൽ, അതുപോലെ മനീഷ് നർവാള്, പ്രമോദ് ഭഗത്, കൃഷ്ണനഗർ ഇവരാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്ന ആരാണ്? 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത് ചൈനയാണ്. ചൈന 207 മെഡൽ സ്വന്തമാക്കി. അതിൽ 96 ഗോൾഡ്, 60 സിൽവർ, 51 ബ്രോൺസുമാണ്. ആ രീതി കൂടെ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ടേബിൾ ടെന്നീസ് പ്ലെയർ പാരാലിമ്പിക്കിൽ വിജയിച്ചിട്ടുണ്ട്. അതാരാണ്? അത് ഭവനി പട്ടേലാണ്. ഭവനി പട്ടേലിന്റെ പേര് ആ രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ ഭവനി പട്ടേലിന്റെ പേര് കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണ്? ഡാഷ് ബിക്കേം ഇന്ത്യസ് ഫസ്റ്റ് സ്പോർട്സ് യൂണിക്കോൺ വിത്ത് മാർക്കറ്റ് ക്യാപ് ഹാവിംഗ് ടച്ച്ഡ് ഹൈ ₹7,600 crores ആസ് ഓഫ് 30 ജനുവരി 2022. അതായത് ഒരു സ്പോർട്സ് ടീം ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടൊരു സ്പോർട്സ് ടീം എന്താണ് യുണീക്കോൺ ആയിട്ട് മാറിയില്ല. സ്പോർട്സ് യുണീക്കോൺ ആയിട്ട് മാറി. യുണീക്കോൺ എന്ന് നമ്മളെപ്പോഴും ഒരു കമ്പനിയെ വിളിക്കുന്നപ്പോഴാണ് കമ്പനി വാല്യൂഡ് $, മോർ ദാൻ $1 ബില്യൺ ആകുമ്പോഴാണ് നമ്മൾ യുണീക്കോൺ എന്ന രീതിയിൽ വിളിക്കുന്ന. പല കമ്പനി ഇന്ത്യയിൽ ഒരുപാട് കമ്പനീസ് ഇത്തരത്തിൽ യുണീക്കോൺ ആയിട്ടുണ്ട്. $1 ബില്യൺ മേലെ സമാഹരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ യുണീക്കോൺ ആയിട്ട് ആ ഒരു കമ്പനി മാറുന്നത്. സോ ഇത്തരത്തിൽ 7,600 കോടി രൂപയുമായിട്ടെന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഈ ഒരു നേട്ടം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സ്പോർട്സ് യൂണിക്കോൺ ആയിട്ട് മാറിയ നേട്ടം സ്വന്തമാക്കേണ്ടത്. ഇതിൽ ഇന്ത്യ സിമെന്റ്സിന്റെ ഓഹരി എന്താണ്? ഒരു 90% വരുന്നുണ്ട്. 6,869 കോടി രൂപ ഇതിൽ ഇന്ത്യ സിമെന്റ്സിന്റെ ഓഹരിയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ IPL വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. മുംബൈ ഇന്ത്യൻസിനും ചെന്നൈസിനും എന്താണ് 5 IPL ടൈറ്റിൽ 2 പേർക്കും സ്വന്തമായിട്ട് ഉണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തേക്കണം. ഉത്തരം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കോമൺവെൽത്ത് ഗെയിംസ് 2022 ഹെൽഡ് ഇൻ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു ഇതല്ലേ. ഫസ്റ്റ് ക്വസ്റ്റനിൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ ഇവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. ഇവിടെ വെച്ചിട്ടാണ് ഹോസ്റ്റ് മാത്രം നമ്മളോട് ചോദിച്ചു. സോ കോമൺവെൽത്ത് ഗെയിംസ് 2022 ഇവിടെ വെച്ച് നടന്നു. സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം എന്താണ്? ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എഡിഷനിൽ 2022 22ാമത്തെ എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടന്നത്. ഇംഗ്ലണ്ട് 3ാമത്തെ തവണയും UK 7ാമത്തെ തവണയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റൻ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് കേട്ടാൽ മതി. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടും. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതും പറഞ്ഞ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതാണ്ട് 20 കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 30ഓളം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നായിരുന്നു ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. സാരമില്ല, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല, ബട്ട് പഠിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു 1-2 ക്ലാസ്സുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്